തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ ഗർഭിണി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ ഉപദ്രവത്തെ തുടർന്നെന്ന പരാതി. ഇരിഞ്ഞാലക്കുട കാരുമാത്ര സ്വദേശിനി ഫസീലയെ ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തതിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവ് ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്ന് ഫസീല പറയുന്ന വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഫസീലയെ ചവിട്ടിയെന്നും ഈ ഓഡിയോ സന്ദേശത്തിലുണ്ട്. ഭർത്താവ് നൌഫലിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, അടുത്തൊരു ഭർതൃപീഡന മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ഈ ഓഡിയോ സന്ദേശത്തിൽ എന്താണ്? സ്മൃതി, ഇന്നലെയാണ് ഭർത്തൃ വീട്ടിൽ വെച്ച് ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതുപോലും സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം മാത്രമാണ് ഈ ഭർത്തൃ വീട്ടുകാർ ഈ കാര്യം ഈ ഫസീലയുടെ വീട്ടുകാരെ അറിയിക്കുന്നത്. അവരുടെ ബന്ധു തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു യഥാർത്ഥ സംഭവിച്ചത്? ഇന്നലെ രാവിലെ 6 മണിയായപ്പോഴാണ് ഫസീല ഫോൺ മെസ്സേജ് വിടുന്നു ഉമ്മയുടെ മൊബൈലിലേക്ക്. ഇങ്ങനെ അവനെ ചവിട്ടി എന്നെ തല്ലി എന്നൊക്കെ പറഞ്ഞു കേട്ട് മരുമോന്. അങ്ങനെ അപ്പോൾ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ മരിക്കാൻ പോണ് ഉമ്മച്ചി എൻ്റെ മോനെ നന്നായിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജൊക്കെ വന്നിട്ടുള്ളത്. ഗർഭിണിയായിരുന്നു എൻ്റെ അടുത്ത്. ഇന്നലെയാണോ അറിയുന്നത് ഗർഭിണിയായിരുന്നു? ഇന്നലെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ അടുത്ത് ഗർഭിണിയാണെന്നുള്ള എൻ്റെ അടുത്ത്. അപ്പോൾ ആ വയറിനെ ചവിട്ടി എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ അടുത്ത്. ആ വോയിസ് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വാട്സപ്പിൽ. അതിലെല്ലാം ഉണ്ട് എൻ്റെ അടുത്ത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും എല്ലാം അവർ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാ കല്യാണം കഴിഞ്ഞത്? കല്യാണം ഇപ്പോൾ 2 വർഷം ആവണുള്ളൂ എൻ്റെ അടുത്ത്. 1.25 വർഷമായിട്ടുള്ളൂ ഇരിക്കും വന്നാൽ. കുട്ടികൾ ഒരു കുട്ടി 3/4 വയസ്സ് ആയിട്ടുള്ളൂ. 3/4 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 9 മാസം. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ വരെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് നിങ്ങൾ അറിയുമായിരുന്നോ? വലിയതായിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വേറെ ഇതുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നില്ല ശരിക്കും. കുട്ടി പറഞ്ഞിരുന്നില്ല? അത് ഭർത്താവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു അടുത്ത്. എനിക്ക് അത്രയും ഇതുണ്ടായില്ല എന്ന് തോന്നുന്നു. കാരണമൊന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും പണം കൊടുക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും കാരണമോ? അങ്ങനൊന്നുമില്ല. എന്നുവെച്ചാൽ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ പോലെ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിന്റെ പേരിലും ഒരു ഇതില്ല. പക്ഷെ അവര് തമ്മിൽ തർക്കത്തിലുള്ള കാരണം അറിയില്ല. അവര് തമ്മിലും മിക്ക ദിവസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അടുത്ത് തല്ലുപിടിക്കാറുണ്ട്, ഒതുങ്ങാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പൊ വിളിക്കുമ്പോ ഇക്കാനൊന്നും പറയതട്ടാന്ന് പറയും. അടുത്ത് ഉമ്മാനായിട്ടാണ് കൂടുതലും വിഷയങ്ങൾ ഉണ്ടാവണം. എൻ്റെ അടുത്ത് ഉമ്മയായിട്ട് ഭയങ്കര ഭർത്താവിൻ്റെ ഉമ്മയായിട്ടാണ് പ്രശ്നങ്ങൾ. ഭർത്താവിൻ്റെ ഉമ്മയായിട്ട് എപ്പോഴും ചീത്തയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് വിഷയങ്ങൾ കൂടുന്നത്. എൻ്റെ അടുത്ത് അപ്പോഴാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരണമെന്ന് തോന്നുന്നത് എൻ്റെ അടുത്ത്. ഇപ്പോൾ സ്മൃതി, ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെയാണ് ഫസീലയെ ഗർഭിണിയായ വിവരം ഇവർ തന്നെ വീട്ടുകാർ തന്നെ അറിയുന്നത്. വീട്ടിൽ നിരന്തരമായ ഈ ഭർത്താവിൻ്റെ മാതാവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവർ നിരന്തരമായി ഇവരെ ഉപദ്രവിക്കാറുണ്ട് എന്നടക്കമുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചതായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. സ്മൃതി, ശരി. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണല്ലോ നമ്മൾ കണ്ടത്. പോലീസ് ഇക്കാര്യത്തിൽ ജേസൺ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇയാൾ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയായി വരുന്നതേയുള്ളൂ എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം മാത്രമേ ഇവരെ ഇന്നലെ വയറിന് ചവിട്ടി എന്ന ഒരു വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ, എത്രമാത്രം ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ വളരെ വ്യക്തമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകണം. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഫസീല ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും വലിയ രീതിയിലുള്ള ദ്രോഹം ദ്രോഹം അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ACPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുന്നത്. ശരി. ഭർതൃപീഡനത്തെ തുടർന്ന് മറ്റൊരു ആത്മഹത്യാ വാർത്ത കൂടി വരികയാണ്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് ഗർഭിണി ജീവനൊടുക്കിയത്. ഭർത്താവിന്റെ ഉപദ്രവത്തെ തുടർന്നുള്ള പരാതി പുറത്തു വന്നിരിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട കാരുമാത്ര സ്വദേശിനി ഫസീലയാണ് ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്.